ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. പാലും മുട്ടയും മാത്രം യൂസ് ചെയ്ത് തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായി ആദ്യം ഒരു പാനിൽ പാൽ ചൂടാക്കാനായി വെക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് മെൽട്ടായിട്ട് വരുമ്പോൾ ഇളക്കി കൊടുക്കാം. മെൽട്ടായാൽ കൈയെടുക്കാതെ ഇളക്കണം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ചൂടാക്കാൻ വെച്ച പാലെടുത്ത് അല്പൽപ്പമായി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. മുഴുവൻ പാലും ഇതുപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മെൽട്ടാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറുന്നതിനായി മാറ്റി വെക്കാം. ഇനി നമുക്ക് 5 മുട്ടയുടെ മഞ്ഞ മാത്രം ഒരു ബൗളിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വിസ്ക് ഉപയോഗിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കിയ കാരമലൈസ് മിക്സ് ആക്കിയ പാൽ ഒരു ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള മിൽക്ക് മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വിസ്ക് കൊണ്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അല്പം പാലും ഒഴിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി യോജിപ്പിക്കാം. ഇനി ഇത് കുറുക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു പുഡിംഗ് ട്രേ എടുത്ത് അതിൻ്റെ അടിയിൽ ബിസ്ക്കറ്റ് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാരമലൈസ് മിൽക്കിൽ ഡിപ്പ് ചെയ്ത് നിരത്തി വെക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഗ്യാപ്പൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി ഡിപ്പ് ചെയ്ത് ബാക്കി വരുന്ന മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറിലേക്ക് വേണ്ട മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഒന്ന് കുറുക്കിയെടുക്കാം. നല്ലതുപോലെ ഇളക്കി അടിയിൽ പിടിക്കാതെ നോക്കണം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ലെയറിലേക്ക് ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലായി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കോഫി പൗഡറും ബിസ്ക്കറ്റ് പൊടിച്ചതുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.